Hello, welcome to Science Kitchenette. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ പോപ്പുലറുമായ ഒരു കേക്ക് റെസിപ്പിയാണ്. ട്രസ് ലച്ചസ് കേക്ക്. 3 തരം മിൽക്കുകൾ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ട്രസ് ലച്ചസ് കേക്ക് അഥവാ 3 മിൽക്ക് കേക്ക് എന്ന് പറയുന്നത്. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവേർഡ് കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കേക്കാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ 3/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 തവണയെങ്കിലും ഇത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേയിൽ അല്പം ഓയിൽ പുരട്ടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാൻ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കേക്കിലേക്ക് ആവശ്യമായ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെക്കുക. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് സ്ട്രോബെറി കളർ കൊടുക്കുവാൻ ഞാൻ ഇതിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദ കുറേശ്ശെ ചേർത്ത് പതിയെ മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെ ചേർത്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കേക്ക് തയ്യാറാക്കുന്ന ട്രേയിലേക്ക് മാറ്റി എയർ ബബിൾസ് പോകുവാനായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇതിനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് മാറ്റി ലോ ഫ്ലെയിമിൽ വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റിവെക്കാം. അതിനുശേഷം കേക്കിലേക്ക് വേണ്ട മിൽക്ക് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് 3/4 കപ്പ് തണുത്ത പാല്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി കേക്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തും ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിൽക്ക് സോസ് ഒഴിക്കുമ്പോൾ കേക്കിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലും. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് സോസിൽ നിന്നും പകുതി കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കുന്ന മിൽക്ക് സോസ് എല്ലാം കേക്കിൽ നന്നായി പിടിച്ചു വരും. അതിനുശേഷം വിപ്പിംഗ് ക്രീം തയ്യാറാക്കി കേക്കിന് മുകളിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം സ്ട്രോബെറി ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാറ്റിവെച്ചിരിക്കുന്ന മിൽക്ക് സോസ് കൂടി ചേർത്ത് കഴിക്കുമ്പോഴുള്ള ആ ഒരു രുചി അതൊന്ന് വേറെ തന്നെയാണ്. സ്ട്രോബെറി കേക്ക് ആയതിനാൽ മാറ്റിവെച്ചിരിക്കുന്ന മിൽക്ക് സോസിൽ 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.